ലളിതയാൻ്റെയും ഭരതനങ്ങളൊന്നും വിളിച്ചിരുന്നേ. പിന്നെ ലൊക്കേഷനിൽ നോക്കിയപ്പോൾ എല്ലാവരും ആൻറ്റി ആൻറ്റി എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ഇറിറ്റേഷനാണത്. ഞാൻ വിളിക്കുമ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ ബോധപൂർവ്വം അങ്ങ് ചേച്ചിയാക്കി. കാരണം എല്ലാവരും കയറി ആൻറ്റി വിളിക്കുമോ, പിന്നെ എല്ലാ നാട്ടുകാരനെ മുഴുവൻ അങ്ങ് ലോക ആൻറ്റി ആയിട്ട് എന്നെ അങ്ങ് മാറ്റി ഇങ്ങനെ പ്രാറ്റും ഇരുന്നു. അങ്ങനെ ആക്കിയതാ. എന്നെ തൊട്ടിലിന്ന് എടുത്ത ആളാ. വളർത്തി മുള്ളു അടിക്കുകയൊക്കെ ചെയ്യും. ഈ അങ്ങോട്ട് പോയി അവിടെ ഇരിക്കുന്ന എന്തോത്തിനാ, അവിടെ ആമ്പിള്ളാരെ അവിടെ ഇരിക്കുന്നിടത്ത് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ തള്ളയോട് ആരാ ഉത്തരം പറയും? ഒറ്റ അടിയാണ്, ഒരു ദാക്ഷിണ്യവും ഇല്ല. അത് തന്നെയാണ് മോളെ ശ്രീകുട്ടി അടിക്കുന്നതും. പിന്നെ ഇതിനെ നുള്ളി വെച്ച് വരും. ലളിത ചേച്ചിയുടെ സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ചുമന്ന പാടാ അവിടെ ഇവിടെയൊക്കെ. അങ്ങ് അപ്പം അന്ന് എൻ്റെ ഒപ്പം നായകന്മാരായിട്ട് അഭിനയിക്കുന്നവരും അങ്ങനെയുള്ളവരൊക്കെ പക്ഷേ അതിന് അവിടെ പോയിരിക്കുന്നു ഇവിടെ വന്ന് വിളിക്കും. അപ്പം ഞാൻ പതുക്കെ ഇവിടുന്ന് എണീക്കും. എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുക. ലളിത ചേച്ചി അവിടെ വിളിക്കട്ടെ ഇവിടെ അടിച്ചു വന്നു. അപ്പം നമ്മൾ പതുക്കെ ഇവിടുന്ന് എണീച്ച് ഇങ്ങോട്ട് പോകുമ്പം ചേച്ചി ഇപ്പുറത്തോട്ട് ആരെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമായിരിക്കും. ഞാൻ പതുക്കെ എണീച്ച് അവിടെ പോയിരിക്കും. ചേച്ചി എന്നെ നോക്കി ഇങ്ങനെ തുറിച്ചു പോകും. എന്നിട്ട് കാര്യം പറയട്ടെ, അയ്യോ എന്നെ അടിക്കാൻ വിളിക്കാൻ കൊലക്കി കൊടുക്കുക ഇവരെന്നെ.